ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടാഡോരിയ അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റ്സ് ആണ്. ടോപ്പ് ആൻഡ് ദുപ്പട്ട പ്യുവർ കോട്ടാഡോരിയ, ബോട്ടം വരുന്നത് ജയ്പൂർ കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ബോട്ടം മെറ്റീരിയൽ. അങ്ങനെ 3 പീസായിട്ടാണ് വരുന്നത്. ഇത് എന്താ നമ്പർ 1 പകരം 11 എന്നല്ലേ എല്ലാവരും നോക്കുന്നത്. അതായത് 10 വരെ നമ്മൾ മെറ്റീരിയൽസിൻ്റെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു സെറ്റ് വന്നത്. ഇതിന് എപ്പോഴും നമുക്ക് ഭയങ്കര എൻക്വയറിയാണ്. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 15 പീസോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇത് ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആദ്യം തന്നെ കാണിക്കുകയാണ് കേട്ടോ. നമ്പർ 11 ആണ്. ഇനി ബാക്കിയുള്ളത് പിന്നെ കാണിക്കാം. ഇപ്പോൾ ആദ്യം ഇത് കാണിക്കാം കേട്ടോ. നമ്പർ 11 റേറ്റ് വരുന്നത് 1650 ആണ്, 1650 ആണ്. ഈ വീഡിയോയിലുള്ള എല്ലാ സെറ്റ്സിനും സെയിം പ്രൈസാണ് കേട്ടോ. പിന്നെ ഈ മെറ്റീരിയലിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണു. ഇതിനെ അറിഞ്ഞ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണം. കാരണം ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. പ്യുവർ കോട്ടാഡോരിയ, അതിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്. ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇതാണ് ആദ്യം സോൾഡ് ഔട്ട് ആവുക. ഈ ഒരു യെല്ലോനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഒരു പ്രിൻറ്റും ഒക്കെ വരുന്നതുകൊണ്ട് മെറ്റീരിയൽ അറിയാലോ. ഈ മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ കോട്ടാഡോരിയ പർച്ചേസ് ചെയ്യാവുള്ളൂ കേട്ടോ. ഇത് ലൈനിങ് വെച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു യെല്ലോ ഷെയ്ഡ് വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. ഇത്തിരി ഒരു ലൂസ് ഫിറ്റിൽ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. കാരണം അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഭയങ്കര ഭംഗിയാണ് വെയർ ചെയ്ത് വരുമ്പോൾ. കണ്ടോ, നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെയുള്ള മെറ്റീരിയലാണ് കേട്ടോ. വൺ സൈഡിൽ ഇതേപോലെ ബോർഡർ വരും. കണ്ടോ, അത് നമുക്ക് അറിയാലോ. നെക്കിലോ സ്ലീവിലോ യോക്കിലോ ദാമൻ പോർഷനിലോ ഒക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ടോപ്പ് വരിക. ആൻഡ് ബോട്ടം വരുന്നത് ഇതേപോലെ കേട്ടോ. ഈ ബോട്ടം പോർഷനിൽ ഈ ഒരു ഇതിൻ്റെ ഒരു യെല്ലോയിഷ് ഒക്കെ ഇങ്ങനെ ചെറിയൊരു സ്ലൈറ്റ് യെല്ലോ ഒക്കെ കാണാം. അത് അങ്ങനെ വരിക ഇതിൻ്റെ കൂടെ മേക്ക് ചെയ്യണ സമയത്ത് ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് ആകുമ്പോൾ അതിൻ്റെ ഇംപെർഫെക്ഷൻസും കളർ സ്മഡ്ജും ഒക്കെ ഉണ്ടാവും. തികച്ചും നോർമലാണ്. ഇതേപോലെ കണ്ടോ, എൻ പോർഷനിൽ ഇങ്ങനെയാണ് ഡിസൈൻ വരിക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഇത് ഓണാകുമ്പോഴത്തേനെങ്കിലും കൊണ്ടുവരാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മേക്ക് ചെയ്ത് വരാനെടുക്കുന്ന ഒരു താമസമാണ് കേട്ടോ. അപ്പോൾ വന്ന ഉടനെ ഞാൻ അതാണ് ഇത് ആദ്യം കാണിക്കുന്നത്. കാരണം ഇന്നും കൂടെ ഒരു 4-5 എൻക്വയറി ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഭയങ്കര ഭംഗിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സെറ്റ്സാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. 2.5 ഈച്ച് ആയിട്ടാണ് 3 പീസും വരുന്നത് കേട്ടോ. ഇതേപോലെ വരുന്നത്. ഇത് പ്യുവർ ഹാൻഡ് മെയ്ഡ് സെറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ വാഷ് കെയർ ഒക്കെ എടുക്കുക കേട്ടോ. കളർ ഗാർഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. നമ്പർ 11 ആണ് കേട്ടോ, യെല്ലോ. അടുത്തത് നമ്പർ 1 ആണ്. ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂണിഷ് ടോണിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലോറലാണ്. ഇത് റീസ്റ്റോക്ക് തന്നെയാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലാ പ്രിൻസും കിട്ടിയിട്ടില്ല നമുക്ക്. നല്ല ഭംഗിയുള്ള പ്യുവർ കോട്ടാഡോരിയ, ഭയങ്കര ഭംഗിയാണ്. ഇതാ കണ്ടോ, വള്ളേറിൽ എടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവുക. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ 1 ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് എൻക്വയറി ഒരുമിച്ച് വരുമ്പോൾ നമ്പർ ഉണ്ടെങ്കിൽ വേഗം വേഗം നമുക്ക് നോക്കിയിട്ട് അവൈലബിലിറ്റി പറയാൻ പറ്റും. എല്ലാ സെറ്റിൻ്റെയും റേറ്റ് വരുന്നത് 1650. ഇതിൻ്റെ സൈഡിൽ കണ്ടോ ഇതേപോലത്തെ ബോർഡേഴ്സ്, അതൊരു പ്രത്യേക ഭംഗിയാണ്. സ്ലീവിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെയാണ് ടോപ്പ് വരിക. ആൻഡ് ബോട്ടം വരുന്നത് ഇതേപോലെ പ്യുവർ സോഫ്റ്റ് കോട്ടൺ ആണ്. ഭയങ്കര കംഫർട്ടബിളാണ്. ഇത് വെച്ചിട്ടും ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്. ഇതും 3 പീസായിട്ട് തന്നെ സ്റ്റൈൽ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ ദുപ്പട്ടയിൽ ആ ഒരു ബോട്ടത്തിൻ്റെ ഡിസൈനൊക്കെ വരുന്നതുകൊണ്ട് സൂപ്പറായിട്ടുള്ള സെറ്റാണ്. ഇതാ ഇതേപോലെ 2 എൻ പോർഷനിലും. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് സെറ്റാണ്. അതുകൊണ്ട് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിരിക്കും. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റാണ്. റേറ്റ് 1650. നമ്പർ 2 നേരത്തെ ഒരു വൈൻ മെറൂൺ അങ്ങനത്തെ കളറാണ്. ഇതൊരു റെഡിഷ്
ആ ഒരു മെറൂൺ ആ ഒരു ഷെയ്ഡിലാണ്, റെഡിഷ് ടോൺ. നല്ല ഭംഗിയുള്ള ഇത്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഊതിയ പറക്കും എന്ന് പറയില്ല. ഇതിൻ്റെ അടിയിൽ ലൈനിങ് വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് അറിയുള്ളൂ. ഇപ്പോൾ ഒന്നും ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നല്ല അറിയാൻ പറ്റും. എന്നാലും മെറ്റീരിയലിനെ പറ്റി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. എത്ര പറഞ്ഞാലും അത് നമുക്ക് മനസ്സിലാവാത്ത ചിലരുണ്ട്. അപ്പോൾ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഇതാണോ മെറ്റീരിയൽ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത്ര എഫേർട്ട് എടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ കോട്ടാഡോരിയ. ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഒരു കുഴപ്പമില്ല, ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരുടെ കാര്യത്തിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഇതേപോലെ ബോട്ടം, നല്ല ഭംഗിയുള്ള പ്രിൻറ്റഡ് ബോട്ടം. ദുപ്പട്ട ആ ഒരു പ്രിൻറ്റഡ് ഡിസൈൻ ദുപ്പട്ടയിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 3 പീസായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിടണം കേട്ടോ, നല്ല ഭംഗിയായിരിക്കും. ബോട്ടം ഒരു സ്ട്രെയിറ്റ് പാൻറ്റൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇതേപോലെ കേട്ടോ. 3 പീസ് സെറ്റാണ്. റേറ്റ് വരുന്നത് 1650. അടുത്തതാ നമ്പർ 3 ആണ്. ഇതൊരു നല്ലൊരു റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡാണ്. ഇതേപോലെ ഒരു പേസ്ലി ഡിസൈനൊക്കെ വരുന്നത്. ഇതിൽ സെറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലത് മൾട്ടിപ്പിൾ പീസസ് ഉണ്ട്, ചിലത് നമുക്ക് 1-2 പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എൻക്വയറി ചെയ്യണേ. പിന്നെ ഈ കോട്ടാഡോരിയ വരുമ്പോൾ എപ്പോഴും ഒരു 2-3 സെറ്റൊക്കെ ആയിട്ടാണ് മിക്കവരും വാങ്ങിക്കുക. കാരണം ഇതിന് ഇഷ്ടമുള്ളവരാണ് ഇത് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് അവരിത് ഇഷ്ടമായത് കണ്ട അപ്പം എടുക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരാറുമുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ കേട്ടോ. ഇതാണ് ബോട്ടം വരുന്നത്, നല്ലൊരു ബ്യൂട്ടിഫുൾ ഓറഞ്ച് ഷെയ്ഡ്. ദുപ്പട്ട വരുന്നത് ഇതേപോലെയാണ്. ആ ഒരു ടോപ്പിൻ്റെയും ദുപ്പട്ടയുടെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയൊക്കെ ഒരു ഡിസൈനർ പീസായിട്ടാണ് എല്ലാം വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്. ഇതിൽ സ്റ്റാർച്ച് അങ്ങനെ അധികം ഇല്ലാതെയാണ് കേട്ടോ ഇത് വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സ്റ്റൈൽ ചെയ്യാം. ഇതേപോലെ 3 പീസ് സെറ്റ്. റേറ്റ് വരുന്നത് 1650. ഈ വീഡിയോയിലുള്ള എല്ലാ സെറ്റ്സിനും സെയിം പ്രൈസാണ്, 1650. അടുത്തത് നമ്പർ 4 ആണ്. യെല്ലോ. വീണ്ടും യെല്ലോയ്ക്ക് നമുക്ക് ഒരുപാട് എൻക്വയറി ആണ് കേട്ടോ. കാരണം കോട്ടാഡോരിയയിൽ ഈ ഒരു യെല്ലോ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കണ്ടോ, നമ്പർ 4. ഇതേപോലെ ബോർഡേഴ്സ് വരിക. ഈ ഒരു ബോർഡേഴ്സും കൂടെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. പ്രിൻറ്റ് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇതേപോലെ കേട്ടോ. ഇതിൽ ലൈനിങ് വെക്കുമ്പോഴാണ് ആ പ്രിൻറ്റൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണുക. ഇതേപോലെ. ബോട്ടം വരുന്നത് ഇതേപോലെ കേട്ടോ. ദുപ്പട്ട വരുന്നത് ഇത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട കണ്ടോ, ഇങ്ങനെ വരിക. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ഇങ്ങനെ വരും. സെറ്റ് വൈസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതേപോലെ കോട്ടാഡോരിയൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്സാണ്. നമ്പർ 5 ആണ്. ഇതേപോലെ നല്ലൊരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഒരു ഗ്രീൻ ടോണാണ് കേട്ടോ. ഒരു സീ ഗ്രീനൊക്കെ പോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. അതിൽ ഒരു ലൈറ്റ് യെല്ലോയിഷ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ്. ഭയങ്കര ഭംഗിയാണ്. ഇതേപോലെ ബോർഡേഴ്സ് ഇതാ കണ്ടു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. ഭയങ്കര ഇങ്ങനെ തിൻ ആൻഡ് ലൈറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. വാഷ് കെയറൊക്കെ എടുക്കുക കേട്ടോ. ബോട്ടം ഇതേപോലെ വരിക. നല്ല ഭംഗിയായിരിക്കും. ഇത് നല്ല സ്റ്റിച്ച് ചെയ്യണവരുടെ കയ്യിൽ കിട്ടിയാൽ അടിപൊളിയായിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് തരും. പിന്നെ നമുക്ക് ഇപ്പം ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു മോഡലൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതേപോലെ കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ദുപ്പട്ട. ഈ ദുപ്പട്ട കണ്ടിട്ട് ഒരുപാട് എൻക്വയറി ഇതിന് വരാറുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്ന പ്യുവർ കോട്ടാഡോരിയ സെറ്റ്സാണ്. ഇങ്ങനെ വരിക. റേറ്റ് 1650. നമ്പർ 6 ആണ്. ഇതേപോലെ കേട്ടോ.
ഇതിങ്ങനെ വെക്കുമ്പോഴും അങ്ങനെ കണ്ടോ, ഒരു 4 മടക്കൊക്കെ മടക്കിയാലേ ഇതിൻ്റെ ഒരു കറക്റ്റ് കളർ അറിയുള്ളൂ. ആ ലൈനിങ് ഇതിൻ്റെ അടിയിൽ കറക്റ്റ് കളറിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, മെറൂൺ നമ്മൾ ഫസ്റ്റ് ഒരു നമ്പർ 11 കാണിച്ചില്ലേ, യെല്ലോ, അതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. ഇതിനും ഒരുപാട് എൻക്വയറിയാണ്, പക്ഷേ ഇത് ഒരുപാട് പീസ് ഇല്ല കേട്ടോ. ഉണ്ടായിരുന്നു, പക്ഷേ എൻക്വയറി ഇങ്ങനെ വന്ന് അത് സോൾഡ് ഔട്ടായി വന്ന ഉടനെ തന്നെ. ഇതാണ് ബോർഡേഴ്സ്, കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ബോട്ടം ഇതേപോലെ കേട്ടോ, പ്യുവർ കോട്ടൺ, ജയ്പൂർ കോട്ടൺ ആണ്. ദുപ്പട്ട ഇതേപോലെ കേട്ടോ, നല്ല ഭംഗിയാണ്. ആ ഒരു ബോട്ടത്തിൻ്റെ പാറ്റേൺ ആണ് ബേജ്, ആ ഒരു ഷെയ്ഡിലാണ് വരിക. ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. നമ്പർ 6 ആണ്, റേറ്റ് 1650. അടുത്തത് നമ്പർ 7 ആണ്. ഇതൊരു എലിഫൻറ്റ് ബ്ലാക്ക് അങ്ങനത്തെയൊക്കെ ഒരു കളറാണ്. അങ്ങനെ ബ്ലാക്ക്, ആ ഒരു ജെറ്റ് ബ്ലാക്ക് അല്ല, നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഷ് ഗ്രേ അങ്ങനെ വരുന്ന ഒരു കളറാണ് കേട്ടോ. നമ്പർ 7 ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ്. ഇതേപോലെ ബോർഡേഴ്സ് വരിക. എന്തോ മടക്കിയിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ടോ, നമ്പർ 7 ആണ് കേട്ടോ. ഇതിലും ആ ഒരു ലൈനിങ് വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ കറക്റ്റ് കളറ് അറിയുക. ബോട്ടം ഇതേപോലെ ഒരു റെഡിഷ് ടോണാണ്. ആൻഡ് ദുപ്പട്ട വരുന്നത് അതേപോലെ നല്ലൊരു കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ. ആ ഒരു ബോട്ടത്തിൻ്റെ പ്രിൻറ്റും ടോപ്പിൻ്റെ പ്രിൻറ്റും ഒക്കെ വരുന്ന ഒരു ഡിസൈനർ പീസ് കണ്ടോ, ഇങ്ങനെയാണ് വരിക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്. റേറ്റ് വരുന്നത് 1650 കേട്ടോ. ഇതൊരു ടൈ ആൻഡ് ഡൈ ആണ്. ഒരു പിങ്ക് അങ്ങനത്തെ കളറാണ്. നല്ല ഭംഗിയുള്ള ടൈ ആൻഡ് ഡൈ ഷിബോരി പാറ്റേണിൽ വരുന്ന നമ്പർ 8 ആണ്. നല്ല ഭംഗിയായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ്. ഒരു ബ്ലൂ, ഒരു സ്പെഷ്യൽ ബ്ലൂ ടിൻ്റാണ്. ഇതേപോലെ ബ്ലൂ ഗ്രേ മിക്സ് ആയിട്ടുള്ളൊരു കളർ കേട്ടോ. അതേപോലെ തന്നെ ദുപ്പട്ട നല്ലൊരു ദുപ്പട്ടയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈ ആൻഡ് ഡൈ പാറ്റേൺ കണ്ടോ, അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട. ഇത് നമുക്ക് ഒരു ഓഫ് വൈറ്റോ വൈറ്റ് ആൻഡ് വൈറ്റൊക്കെ ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കൂടെ ഈ ദുപ്പട്ടയായിട്ട് സ്റ്റൈൽ ചെയ്താൽ സൂപ്പറായിരിക്കും. നല്ല ഭംഗിയായിരിക്കും. ഇത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് വരും. റേറ്റ് സെയിം ആണ്, 1650. നമ്പർ 8. അടുത്തത് നമ്പർ 9 ആണ്. ഇതേപോലൊരു ക്രാക്ക് ബാറ്റിക് പോലത്തെ അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. ഇതേപോലെ ബോട്ടം നല്ലൊരു ചെക്ക് പാറ്റേൺ ആണ് ബോട്ടം. ഇത് പാൻറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിരിക്കും കേട്ടോ, നല്ല ഭംഗിയായിട്ട്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ ആ ബോട്ടത്തിൻ്റെ പോലെ നല്ലൊരു ഡിസൈനർ പീസാണ്. അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇതിനും എല്ലാത്തിനും നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ളതാ. ഇതേപോലെയാണ്. നമ്പർ 9 ആണ്. അടുത്തത് നമ്പർ 10 ആണ്. ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡ്. ഈ മെറൂണും യെല്ലോയ്ക്കും ഒക്കെ ഭയങ്കര ഡിമാൻഡാണ് കണ്ടോ. ഇതേപോലെ നമ്പർ 10. ഇതേപോലെ ബോർഡേഴ്സ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂണിഷ് ടോൺ. ബോട്ടം ഇതേപോലെ കേട്ടോ, നല്ല ഭംഗിയുള്ള ബോട്ടം. ആൻഡ് ദുപ്പട്ട വരുന്നത് ഇതേപോലെ. ഇതും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് കണ്ടോ, ഇങ്ങനെയാണ് വരിക. എൻ പോർഷനിൽ ഇതേപോലെ നമ്മുടെ ടോപ്പിൽ വരുന്ന ഡിസൈൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 3 പീസ് സെറ്റാണ്. സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് വരുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും. റേറ്റ് വരുന്നത് 1650. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സൽവാർസും സെറ്റ്സും കുർത്തീസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.